ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ സെക്ഷൻ്റെ ബാക്കി ഭാഗമാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒരു ഡയഗ്രാം ഒക്കെ പറഞ്ഞിരുന്നു. പ്രൊജക്റ്റ് റിക്വയർമെൻറ്റ്സ്, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ്, എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഓരോന്നും ഇനി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തേത് പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ്. These requirements specify or constrain the runtime behavior of the software. ഒരു സോഫ്റ്റ്വെയറിൻ്റെ റൺ ടൈം ബിഹേവിയറിനെ, സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർമെൻ്റാണ് പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരിക, എത്ര ഫാസ്റ്റായിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് എത്രത്തോളം മെമ്മറി ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ വരുന്നതാണ് എന്ത്, പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ്. ആ ഒരു സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. എത്ര ഫാസ്റ്റായിട്ടാണ് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുക, എത്ര മെമ്മറി ഇതിന് ആവശ്യമായിട്ട് വരും. അതേപോലെ റിലയബിലിറ്റി റിക്വയർമെൻറ്റ്സ് ദാറ്റ് സെറ്റ് ഔട്ട് ദ ആക്സെപ്റ്റബിൾ ഫെയിലിയർ റേറ്റ്. അതേപോലെ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അതിനെ ആക്സെപ്റ്റ് ചെയ്യും, അതിൻ്റെ റിലയബിലിറ്റിയിൽ വരുന്നതാണ്. അതായത് സിസ്റ്റത്തിൻ്റെ വിശ്വസ്തതയിൽ വരുന്നതാണത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും. സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് എത്രത്തോളം ഉണ്ട്. ആൻഡ് യൂസബിലിറ്റി റിക്വയർമെൻറ്റ്സ്, ഇതിൻ്റെ യൂസബിലിറ്റി എത്രത്തോളം ഉണ്ട്. ഇതെല്ലാം വരുന്നത് ഏത് കാറ്റഗറിയിലാണ്, പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സിലാണ്. ഇനി അടുത്തത് നോക്കാം, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ്. ദീസ് റിക്വയർമെൻറ്റ്സ് ആർ ബ്രോഡ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ ദ കസ്റ്റമേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഓർഗനൈസേഷൻ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെയും ഡെവലപ്പർ ഓർഗനൈസേഷൻ്റെയും പോളിസീസെന്നും പ്രൊസീജിയേഴ്സെന്നും അവരുടെ റൂൾസെന്നും പ്രോട്ടോകോൾസ് എന്നൊക്കെ ഡിറൈവ് ചെയ്ത റിക്വയർമെൻറ്റ്സിനെയാണ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളിൽ എന്തൊക്കെയാണ് വരുന്നത്, ഓപ്പറേഷണൽ പ്രോസസ് റിക്വയർമെൻറ്റ്സ് ദാറ്റ് ഡിഫൈൻ ഹൗ ദ സിസ്റ്റം വിൽ ബി യൂസ്ഡ്. ഈ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അത് ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓർഗനൈസേഷൻ അവരുടെ റൂൾസും പ്രൊസീജിയേഴ്സും വെച്ചിട്ട് ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് യൂസ് ചെയ്യുക, അത് ഏതിലാണ് വരിക, അത് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സിലാണ് വരിക. പിന്നെ ഡെവലപ്മെൻറ്റ് പ്രോസസ് റിക്വയർമെൻറ്റ്സ് ദാറ്റ് സ്പെസിഫൈ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഡെവലപ്മെൻറ്റ് പ്രോസസ് റിക്വയർമെൻറ്റ്സിൽ വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് പ്രോസസ് റിക്വയർമെൻറ്റ്സിൽ വരിക. പിന്നെ ദ ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് ഓർ പ്രോസസ് സ്റ്റാൻഡേർഡ്സ് ടു ബി യൂസ്ഡ്. എന്ത് പ്രോസസ് സ്റ്റാൻഡേർഡ്സുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, ഏത് എൻവിറോൺമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻവിറോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ് ദ സ്പെസിഫൈ ദ ഓപ്പറേറ്റിംഗ് എൻവിറോൺമെൻറ്റ് ഓഫ് ദ സിസ്റ്റം. ഈ സിസ്റ്റം ഏത് ഓപ്പറേറ്റിംഗ് എൻവിറോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് വരുന്നത് എൻവിറോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സിലാണ്. ഇത്രയാണ് എന്ത് വരുന്നത്, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എൻവിറോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്, പിന്നെ ഒന്ന് ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് ആണ്, പിന്നെ ഒന്ന് ഡെവലപ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആണ്. ആ മൂന്നുമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പിന്നെ അടുത്തത് ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സിൽ പറഞ്ഞപ്പോൾ നമ്മൾ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്, അതേപോലെ എഫിഷ്യൻസി റിക്വയർമെൻറ്റ്സ് ഒക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ്, യൂസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് ആണ്. എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഈ എക്സ്റ്റേണലായിട്ട് കുറേ റിക്വയർമെൻറ്റ്സ് ഈ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് ആവശ്യമുണ്ടാവും. അതിനെയാണ് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുക. This broad heading covers all requirements that are derived from factors external to the system and its development process. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനും വേണ്ടിയിട്ട് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഡിറൈവ് ചെയ്തിട്ടുണ്ടാവും. ആ റിക്വയർമെൻറ്റ്സിനെയാണ് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ അതിൽ വരുന്നതാണ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ദാറ്റ് സെറ്റ് ഔട്ട് വാട്ട് മസ്റ്റ് ബി ഡൺ ഫോർ ദ സിസ്റ്റം ടു ബി അപ്രൂവ്ഡ് ഫോർ യൂസ് ബൈ എ റെഗുലേറ്റർ സച്ച് ആസ് എ ന്യൂക്ലിയർ സേഫ്റ്റി അതോറിറ്റി. അപ്പോൾ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ആണ് ഈ എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സിൽ വരുന്ന ഒരു കാറ്റഗറി. അതിൽ പറയുന്നത് ഈ സിസ്റ്റം എന്താണ് ചെയ്യേണ്ടത്, അതിന് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്, റെഗുലേറ്റർ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം എന്താണ് ചെയ്യേണ്ടത്. ഈ റെഗുലേറ്റർ അപ്രൂവലിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് ന്യൂക്ലിയർ സേഫ്റ്റി അതോറിറ്റി. അപ്പോൾ നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടി വരും. ഒരുപാട് ക്ലിയറിങ് കാര്യങ്ങൾ, കാരണം പൊല്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലോഷൻ ഉണ്ടാവില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂക്ലിയർ സേഫ്റ്റി അതോറിറ്റി ഇതിൻ്റെ റെഗുലേറ്ററിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം ഏതൊക്കെ രീതിയിലായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളത് എന്ത് ചെയ്യുക, അത് കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ്, അത് നമ്മൾ ഗ്യാദർ ചെയ്ത് വെക്കണം. വേറൊന്ന് ലെജിസ്ലേറ്റീവ് requirements that must be followed to ensure that the system operates within the law.
ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതും അത് നിയമത്തിനനുസരിച്ചായിരിക്കണം. അല്ലാതെ നെഗറ്റീവ് സൈഡിൽ നമുക്ക് ഈ സിസ്റ്റങ്ങളൊക്കെ യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അത് പാടില്ല. ലോക്ക് അനുസരിച്ചുള്ള രീതിയിൽ മാത്രമേ സിസ്റ്റം വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. അത് വരുന്നത് ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സിലാണ്. ആൻഡ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ദാറ്റ് എൻഷുർ ദാറ്റ് ദ സിസ്റ്റം വിൽ ബി ആക്സെപ്റ്റബിൾ ടു ഇറ്റ്സ് യൂസേഴ്സ് ആൻഡ് ദ ജനറൽ പബ്ലിക്. എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് നമുക്കറിയാം, അൺഎത്തിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യാണ്, അത് എൻഷുർ ചെയ്യാണ് സിസ്റ്റം യൂസേഴ്സും ജനറൽ പബ്ലിക്കും ആക്സെപ്റ്റ് ചെയ്യും, അത് അവർക്കായിട്ടുള്ള നല്ല കാര്യത്തിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്താൻ നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ് വേണ്ടി വരും. അതാണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഏതിലാണ്? എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സിലാണ്. അപ്പോൾ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്, പിന്നെ ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ്, ഇത്രയും വരുന്നത് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സിലാണ്. ഇനി എക്സാമ്പിൾസ് ഓഫ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഫോർ ദ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് എഴുതുക, റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്, ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 3 റിക്വയർമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്, എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്. അപ്പോൾ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റിൽ എങ്ങനെ വരിക? ദ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഷാൾ ബി അവൈലബിൾ ടു ഓൾ ക്ലിനിക്സ് ഡ്യൂറിങ് നോർമൽ വർക്കിംഗ് ഹവേഴ്സ് Monday to Friday 8:30 AM to 5:30 PM. ഡൗൺ ടൈം വിത്തിൻ നോർമൽ വർക്കിംഗ് ഹവേഴ്സ് ഷാൾ നോട്ട് എക്സീഡ് 5 seconds ഇൻ എനി വൺ ഡേ. അപ്പോൾ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ എല്ലാ ക്ലിനിക്കിനും ഈ ഇൻഫർമേഷൻ സിസ്റ്റം അവൈലബിൾ ആവേണ്ട സമയം എന്ന് പറയുന്നത് Monday to Friday ആണ്. അതായത് പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന എല്ലാ ക്ലിനിക്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ എപ്പോഴൊക്കെ ഓൺ ആയിരിക്കണം? Monday to Friday 8:30 AM to 5:30 PM ഓൺ ആയിരിക്കണം. അതൊരു പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റാണ്. ആ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റാണ്, അത് ആ സിസ്റ്റത്തിൽ ഉണ്ടാവണം ഈ സോഫ്റ്റ്വെയറിൻ്റെ ഈ കാര്യം എന്നുള്ളത്. പിന്നെ ഡൗൺ ടൈം വിത്തിൻ നോർമൽ വർക്കിംഗ് ഹവേഴ്സ് ഷാൾ നോട്ട് എക്സീഡ് 5 seconds ഇൻ എനി വൺ ഡേ. അതായത് ഒരു ദിവസം ഇതിൻ്റെ ഡൗൺ ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, കൂടിപ്പോവാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അതാണ് എന്ത് പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് വരുമ്പോഴോ, യൂസേഴ്സ് ഓഫ് ദ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഷാൾ ഐഡൻറ്റിഫൈ ദംസെൽസ് യൂസിങ് ദെയർ ഹെൽത്ത് അതോറിറ്റി ഐഡൻറ്റിറ്റി കാർഡ്. ഇപ്പോൾ ഈ പൊതുവേ ഈ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുക എവിടെയായിരിക്കും? ക്ലിനിക്കിൽ അതും ഏത് സെക്ഷനിലായിരിക്കും? റിസപ്ഷൻ സെക്ഷനിലായിരിക്കും പൊതുവേ യൂസ് ചെയ്യുക. കാരണം അവർക്കാണ് ഇപ്പോൾ വന്ന എൻക്വയറീസ് വരുമ്പോഴും പേഷ്യൻസ് ഇന്ന ഡോക്ടേഴ്സിന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ അങ്ങനെയല്ലേ, ആരെ കാണിക്കേണ്ടത്, എന്താ അസുഖം, എത്ര വയസ്സ്, മൊബൈൽ നമ്പർ എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അവരാണ് പൊതുവേ എന്ത് യൂസ് ചെയ്യുക? ഈ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുക. അപ്പോൾ ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് എന്നുള്ളതിലേക്ക് വരുമ്പോൾ അവിടെ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന കസ്റ്റമറാണ്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഡെവലപ്പർ ആയിരിക്കണം. ഡെവലപ്പർ ഇപ്പോൾ അത് ഇവർക്ക് കൊടുത്ത് കസ്റ്റമേഴ്സാണ് അവിടെ ഉള്ളത്, അത് യൂസ് ചെയ്യുന്ന ആൾ. അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന പബ്ലിക് യൂസേഴ്സാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ഇരിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. കസ്റ്റമേഴ്സ് എന്നുള്ളത് നമുക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളാണ് കസ്റ്റമർ. നമ്മൾ ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ പബ്ലിക് യൂസേഴ്സ്. നമ്മൾ വരുന്നു, അവർ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്തു? ഈ സോഫ്റ്റ്വെയർ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഇവരാണ് എന്ത്? ഹോസ്പിറ്റൽ സൈഡേരാണ് എന്ത്? കസ്റ്റമർ എന്ന് പറയുന്നത്. അവരത് മീൻസ് അവരുടെ സിസ്റ്റത്തിലേക്ക് ഡെവലപ്പേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്യുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? പബ്ലിക് യൂസേഴ്സിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് വരിക. അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയി പറയുമ്പോൾ അവർക്ക് എന്ത് വേണം? റിസപ്ഷനിലുള്ളവർക്ക് എന്താണ്? ആ ഓർഗനൈസേഷൻ വെച്ച റിക്വയർമെൻ്റ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. പല ഹോസ്പിറ്റലിലും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണ്? അതൊരു ഓർഗനൈസേഷണൽ റൂൾ അല്ലെങ്കിൽ പ്രൊസീജിയറാണ്. അതുവരെ ഏതിലാണ്? ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സിലാണ്. പിന്നെ എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്, ദ സിസ്റ്റം ഷാൾ ഇംപ്ലിമെൻറ്റ് പേഷ്യൻ്റ് പ്രൈവസി പ്രൊവിഷൻസ് ആസ് സെറ്റ് ഔട്ട് ഇൻ നാഷണൽ പ്രൈവസി റൂൾ. അതായത് ഏതൊരു പേഷ്യൻറ്റിൻ്റെയും ഇൻഫർമേഷൻസ്, അതായത് അതിനൊരു പ്രൈവസി ഉണ്ടായിരിക്കണം. അതായത് ആ പേഷ്യൻ്റ് അതേപോലെ അത് ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഡോക്ടർ, പിന്നെ അതേപോലെ നേഴ്സ്, അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അത് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റാണ്. അത് ഒരിക്കലും നമ്മൾ പറഞ്ഞുണ്ടാക്കിയ കാര്യമില്ല. അത് നാഷണൽ പ്രൈവസി റൂൾ എന്ന് പറയുന്നത് പേഷ്യൻസിന് നമ്മൾ
അങ്ങനൊരു നാഷണൽ റൂൾ ഉണ്ട്, പുറത്തു പോകാൻ പാടില്ല പേഷ്യൻസിൻ്റെ വിവരങ്ങളൊന്നും. അപ്പോൾ അത് വെച്ചിട്ട് ഫോളോ ചെയ്തിട്ടായിരിക്കണം ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കേണ്ടത്. അത് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റിൽ വരുന്നതാണ്. പിന്നെ വെനെവർ പോസിബിൾ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഷുഡ് ബി റിട്ടൺ quantitatively so that they can be objectively tested. In practice, customers for a system often find it difficult to translate their goals into measurable requirements. For some goals such as maintainability, there are no simple metrics that can be used. അപ്പോൾ പൊതുവേ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്ലി റൈറ്റ് ചെയ്യാണ് ഈസി എന്നാണ് പറയുന്നത്. അത് അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വാലിഡ് ആണോ, യെസ് ഓർ നോ, അങ്ങനെ ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഒരു സിസ്റ്റത്തിൻ്റെ അവരുടെ എയിം റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എത്രത്തോളം അവർക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് എപ്പോഴും ഡൗട്ട്സാണ്. അതായത് അതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അവരുടെ ഗോൾസ് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. അതായത് അതിൻ്റെ മാക്സിമത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ കഴിയാറില്ല. അപ്പോൾ ചില ഗോൾസ് എന്ന് പറഞ്ഞാൽ, അതായത് മെയിൻറ്റെയിനബിലിറ്റി, there are no simple metrics that can be used. In other cases, even when quantitative specification is possible, customers may not be able to relate their needs to these specifications. അപ്പോൾ ഇപ്പോൾ ഈ മെയിൻറ്റെയിനബിലിറ്റി എത്രത്തോളം വേണം എന്നുള്ളതൊന്നും ഇപ്പോൾ കസ്റ്റമേഴ്സിന്, ഡെവലപ്പേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഒരു മെട്രിക്സ് രൂപത്തിലൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്പെസിഫിക്കേഷൻസ് ആക്കി മാറ്റുമ്പോൾ എങ്ങനെയാണെങ്കിലും ഈ കസ്റ്റമേഴ്സ് വിചാരിച്ച അത്രയും മെഷർമെൻറ്റിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ പ്ലോട്ട് ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫൺ കോൺഫ്ലിക്റ്റ് ആൻഡ് ഇൻറ്ററാക്റ്റ് വിത്ത് അതർ ഫങ്ഷണൽ ഓർ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് പൊതുവേ എന്താണ്, മറ്റുള്ള റിക്വയർമെൻറ്റ്സുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ ഒരു അടി എന്നാണ് ശരിക്കുള്ള മീനിങ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർച്ചില്ലാതെ വരിക. അപ്പോൾ ചിലപ്പോൾ അത് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സുമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സുമായിട്ട് തന്നെ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ദ ഐഡൻറ്റിഫിക്കേഷൻ റിക്വയർമെൻറ്റ് requires a card reader to be installed with each computer that connects to the system. However, there may be another requirements that request mobile access to the system from doctors or nurses' tablets or smartphones. These are not normally equipped with the card readers, so in these circumstances some alternative identification method may have to be supported. അതിപ്പോൾ ഇങ്ങനെ ഒരു കൊളാഷ് അതായത് കൊളൈഡ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ റിക്വയർമെൻറ്റിൽ പറഞ്ഞത്, അതായത് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞത് ഈ എല്ലാ ഇത് യൂസ് ചെയ്യുന്ന ആളുകളും എന്ത് ചെയ്യാണ്, ഒരു കാർഡ് റീഡർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. മീൻസ് അവർ ഒരു ഐഡൻറ്റിറ്റി കാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റി കാർഡ് ഇനിയിപ്പോൾ ഓരോ പേഷ്യൻസിനും, ഇപ്പോൾ പല ഹോസ്പിറ്റലിലും ഓരോ പേഷ്യൻസിനും ചില ഇത് കൊടുക്കാറുണ്ട്, അതായത് കാർഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവരിത് ജസ്റ്റ് ആ ബാർകോഡ് ഒന്ന് റീഡ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരും പേഷ്യൻറ്റിൻ്റെ. അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഐഡൻറ്റിഫിക്കേഷൻ റിക്വയർമെൻറ്റിൽ വരുന്നതാണ് എന്ത്, കാർഡ് റീഡർ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഹെൽത്ത് അതോറിറ്റി യൂസ് ചെയ്യുന്ന കാർഡിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് റീഡർ അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു റിക്വയർമെൻറ്റും കൂടെ വരികയാണ്, ദാറ്റ് റിക്വസ്റ്റ് മൊബൈൽ ആക്സസ് ടു ദ സിസ്റ്റം ഫ്രം ഡോക്ടേഴ്സ് ഓർ നേഴ്സസ് ടാബ്ലറ്റ്സ് ഓർ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഒരു സൈഡിൽ കാർഡ് റീഡർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ കാർഡുകൾ റീഡ് ചെയ്യാൻ. അതേ സൈഡിൽ നേഴ്സിൻ്റെയും ഡോക്ടർക്ക് മൊബൈൽ ഫോൺസ് ആക്സസ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഇതിൽ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് ഡോക്ടർക്ക് കൊടുക്കുന്നു, ഡോക്ടർ അത് അപ്രൂവ് ചെയ്യുന്നത് മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സൈഡും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിൻ്റെ കൂടെ റിക്വയർമെൻറ്റ് യൂസ് ആയിട്ട് വരികയാണെന്ന് കരുതുക. അപ്പോൾ ദീസ് ആർ നോട്ട് നോർമലി എക്വിപ്ഡ് വിത്ത് കാർഡ് റീഡേഴ്സ്, സോ ഇൻ ദീസ് സർക്കംസ്റ്റൻസസ് സം ആൾട്ടർനേറ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ് മേ ഹാവ് ടു ബി സപ്പോർട്ടഡ്. അപ്പോൾ ഈ രണ്ട് റിക്വയർമെൻറ്റും, ഇപ്പോൾ കാർഡ് റീഡർ ഒരു സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മറ്റേ റിക്വയർമെൻറ്റും കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ വരും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് കണ്ട് വേറെ എന്തെങ്കിലും അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരേണ്ടതായിട്ടൊക്കെ വരും. അതാണ് ഇപ്പോൾ ഒരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ചിലപ്പോൾ ഫങ്ഷണൽ റിക്വയർമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റുമായിട്ടോ എന്ത് വരാം, കോൺഫ്ലിക്റ്റ് വരാം എന്ന് പറയുന്നത്. അതാണ് ആ ഒരു എക്സാമ്പിളിൽ പറഞ്ഞത്. In reality, it may be difficult to have a clear-cut distinction between the functional and non-functional requirements and to separate them in the requirements document, as the requirements may not be completely independent and because one requirement may often generates or constraints another requirements. അപ്പോൾ ഇതിൻ്റെ ഒറിജിനലി നമുക്കിപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫങ്ഷണൽ അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് സെപ്പറേറ്റ് ആക്കി എഴുതാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ് നമ്മളെ ഡോക്യുമെൻറ്റിൽ. കാരണം ഒരു റിക്വയർമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഒരു റിക്വയർമെൻറ്റ് മറ്റൊരു റിക്വയർമെൻറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വന്നതോ അല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റ് മറ്റൊരു റിക്വയർമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതോ ആയിരിക്കാം. അപ്പോൾ നമുക്കതിനെ രണ്ടാക്കി എഴുതുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ റിയാലിറ്റി ഡോക്യുമെൻറ്റിൽ. For example, a user requirement concerned with security such as a statement limiting access to authorized users may appear to be non-functional requirement. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു യൂസർ റിക്വയർമെൻറ്റ് സെക്യൂരിറ്റി കൺസേൺഡ് ഉള്ള ഒരു യൂസർ റിക്വയർമെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റിംഗ് ആക്സസ് ടു ഓതറൈസ്ഡ് യൂസേഴ്സ് മേ അപ്പിയർ ടു ബി, അതായത് ഇത് ഓതറൈസ്ഡ് യൂസേഴ്സിന് മാത്രം ആക്സസിബിൾ ആവാൻ പാടുള്ളൂ എന്നുള്ള ഒരു സെക്യൂരിറ്റി യൂസർ റിക്വയർമെൻ്റ് ആണ്. അത് ഏതിലാണ് അപ്പിയർ ചെയ്യുന്നത്? നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റിലാണ് അപ്പിയർ ചെയ്യുന്നത്. However, when developed in more detail, this requirement may generate other requirements that are clearly functional, such as the need to include user authentication facilities in the system. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിലാണ് നിൽക്കുന്നത്. ഈ കുറച്ച് ഓതറൈസ്ഡ് യൂസേഴ്സ് മാത്രം ഇതിനെ ആക്സസ് ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷേ പിന്നീട് നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഈ റിക്വയർമെൻറ്റ്സിൻ്റെ ഫങ്ഷൻസ് ഒന്നും കൂടെ ക്ലിയറായി വരുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒതൻറ്റിക്കേഷൻ കൂട്ടി വരികയാണ്. ഇപ്പോൾ ഒതൻറ്റിക്കേഷൻ നമ്മളിപ്പോൾ ഈ പറയുന്ന യൂസേഴ്സിന് ഓതറൈസ്ഡ് ആയിട്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കൊടുക്കണം? യൂസർ ലോഗിൻ പേജ് വേണം, അവിടെ യൂസർ നെയിം വേണം, അവിടെ പാസ്വേഡ് വേണം. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ സിസ്റ്റത്തിൻ്റെ കൂടെ നമ്മൾ അതിൽ ഈ ഒതൻറ്റിക്കേഷൻ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതെന്ത് റിക്വയർമെൻറ്റായി മാറി? അത് ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് മാറി. നിർബന്ധമായിട്ടും ആ പ്രൊഡക്റ്റിൽ ഉണ്ടായിരിക്കേണ്ട റിക്വയർമെൻ്റ് ആയിട്ട് മാറുകയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഇതാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത് വന്നിട്ട് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്. റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് വന്നിട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. നമുക്കറിയാം, നമ്മൾ ഫേസ് പഠിച്ചില്ല SDLC, അതിൽ ഫസ്റ്റ് ഫേസാണ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ്. The broad spectrum of tasks and techniques used to find out, analyze, document and check these requirements is called requirements engineering. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ടാസ്ക്, അതിൻ്റെ ടെക്നിക്സ് ഒക്കെ എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിനെ ഡോക്യുമെൻ്റ് ആക്കുക, എന്നിട്ട് ആ റിക്വയർമെൻറ്റ്സിനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിനെയാണ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് പ്രൊവൈഡ്സ് അപ്രോപ്രിയേറ്റ് മെക്കാനിസം ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇനി എന്തിനൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്? കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഫീസിബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എത്രത്തോളം ഫീസിബിളാണ് ഈ സിസ്റ്റത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കസ്റ്റമർ റിക്വയർമെൻറ്റ്സിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെന്താണ് സ്പെസിഫൈ ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് അൺആംബിഗ്വസ്ലി, ഒരു ഡൗട്ടും ഇല്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വാലിഡേറ്റിംഗ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വാലിഡേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ആൻഡ് മാനേജിങ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ആസ് ദേ ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ആൻ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ്. അതേപോലെ ഈ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് എന്നാണല്ലോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനും ഒരു ഓപ്പറേഷണൽ സിസ്റ്റമായിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഈ കസ്റ്റമർ റിക്വയർമെൻറ്റ്സിനെ മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നത്. ഫ്രം എ സോഫ്റ്റ്വെയർ പ്രോസസ് പെർസ്പെക്റ്റീവ്, requirements engineering is a major software engineering action that begins during the communication activity of the software process framework and continues into the modeling activity. അപ്പോൾ നമുക്കറിയാം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് ഏറ്റവും മേജറായിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്
എപ്പോഴാണ് തുടങ്ങുക? നമ്മളെ കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങുമ്പോഴാണ് ഈ ഒരു റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഭാഗം തുടങ്ങുന്നത്. ഏതുവരെ പോകും? മോഡലിംഗ് വരെ ഇതിങ്ങനെ, മോഡലിംഗ് ആക്ടിവിറ്റി വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. പിന്നെ പല മോഡലിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, റിക്വയർമെൻറ്റ്സ് എപ്പോൾ വേണമെങ്കിലും മാറി വരാമെന്ന്. അപ്പോൾ ആ മോഡലിനനുസരിച്ച് ആ രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. It must be adapted to the needs of the process, the project and the product, and the people doing the work. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ആരൊക്കെ അഡാപ്റ്റ് ചെയ്യണം? ഒന്ന് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് അഡാപ്റ്റ് ചെയ്യണം, നമ്മളെ പ്രൊജക്റ്റിന് അഡാപ്റ്റ് ചെയ്യണം, നമ്മളെ പ്രൊഡക്റ്റിന് അഡാപ്റ്റ് ചെയ്യണം, അതിൽ വർക്ക് ചെയ്യുന്ന പീപ്പിളിന് അഡാപ്റ്റ് ചെയ്യണം. അതിനനുസരിച്ചൊക്കെ ആയിരിക്കണം റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് വരുന്നത്. റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗിൽ 7 ഡിസ്റ്റിൻറ്റ് ടാസ്കുകളാണുള്ളത്. ഇൻസെപ്ഷൻ, എലിസിറ്റേഷൻ, എലാബറേഷൻ, നെഗോസിയേഷൻ, സ്പെസിഫിക്കേഷൻ, വാലിഡേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഇങ്ങനെ 7 അപ്പോൾ അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇൻസെപ്ഷൻ. The requirements engineering process begins by examining the problem which the software should solve and gaining an understanding of both the problem's nature and the nature of the desired solution. ഫസ്റ്റ് സ്റ്റെപ്പാണ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസെപ്ഷൻ. അതായത് ഫസ്റ്റ് നോക്കേണ്ട കാര്യം പ്രോബ്ലം എന്താണ് എന്നുള്ളത് എക്സാമിൻ ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം എന്താണ് എന്നുള്ളത് എക്സാമിൻ ചെയ്യുക. കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ പ്രോബ്ലത്തിൻ്റെ നാച്ചർ എന്താണ്, അതിൻ്റെ ഡിസൈർഡ് സൊല്യൂഷൻ്റെ നാച്ചർ എന്താണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻസെപ്ഷൻ എന്ന് പറയുക. ദിസ് ഷുഡ് ബി ഡൺ ഇൻ എ കോണ്ടെക്സ്റ്റ് ഫ്രീ മാനർ ദാറ്റ് ഡസ് നോട്ട് അസ്യൂം ടു നോ എനിത്തിങ് കൺസേണിങ് ദ പ്രോബ്ലം, ദ കസ്റ്റമേഴ്സ്, ദ യൂസേഴ്സ് ആൻഡ് ദ റിക്വസ്റ്റഡ് സൊല്യൂഷൻ. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നുള്ളതിൽ തന്നെയാണ്. അതായത് ഇതിൻ്റെ പ്രോബ്ലം, അതേപോലെ ഇതിൻ്റെ കസ്റ്റമേഴ്സ്, യൂസേഴ്സ്, റിക്വസ്റ്റഡ് സൊല്യൂഷനും കാര്യങ്ങളൊന്നും നമുക്ക് മുന്നേ അറിയില്ല. പക്ഷേ ഇതിന്ന് ഈ ഒരു ഇപ്പം നമുക്ക് കൈ കിട്ടിയതെന്ന് നമ്മൾ എക്സാമിൻ ചെയ്ത് പ്രോബ്ലം എന്താണ്, എങ്ങനെ ഇതിനെ എന്താണ് ഈ സോഫ്റ്റ്വെയർ സോൾവ് ചെയ്യേണ്ടത്, അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ നാച്ചർ എന്താണ്, ഡിസൈഡ് സൊല്യൂഷൻ നാച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ. During inception, the requirements engineer asks a set of questions that focus on the customers and other stakeholders to gain a better understanding of the problem. These questions include, അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ആരുടെ അടുത്തുനിന്നാണ്? കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യുക? റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയർമാർ കസ്റ്റമേഴ്സിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയി വരും ഈ റിക്വയർമെൻറ്റ്സ്. ആ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് താഴെ കൊടുത്തിട്ടുള്ളത്. ഹൂ ഈസ് റിക്വസ്റ്റിംഗ് ദ സോഫ്റ്റ്വെയർ? ഈ സോഫ്റ്റ്വെയർ ആരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും നിങ്ങളെ മനസ്സിൽ വരും കസ്റ്റമർ എന്നല്ലേ. കസ്റ്റമർ ആയിരിക്കില്ലല്ലോ ചിലപ്പോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, അവർ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ കാര്യം ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ റിക്വസ്റ്റ് ചെയ്യുന്നത്? ഈ സോഫ്റ്റ്വെയർ ആരാണ് യൂസ് ചെയ്യുന്നത്? ഹൂ വിൽ യൂസ് ദ സോഫ്റ്റ്വെയർ? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ദാറ്റ് ദ സോഫ്റ്റ്വെയർ വിൽ ബ്രിങ്? ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കൊണ്ടുവരിക എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയർമാർ ആരോട് ചോദിക്കും? കസ്റ്റമേഴ്സിനോട് ചോദിക്കും. അതേപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് അപ്പോൾ അതേപോലെ ഈ ക്വസ്റ്റ്യനൊക്കെ റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയർമാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഇവർക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാവും. ആർക്കാണ് സൊല്യൂഷൻ വേണ്ടത്, ഏതാളുകൾക്കാണ് സൊല്യൂഷൻ വേണ്ടത് എന്ന് മനസ്സിലാവും. നാച്ചർ ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഈസ് ഡിസൈർഡ് ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത്. അവരുദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷൻ എങ്ങനത്തതാണ് എന്നുള്ളത് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് മനസ്സിലാവും. റഫ് ഫീസിബിലിറ്റി ഓഫ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലം എത്രത്തോളം റഫാണ്, അതിൻ്റെ ഫീസിബിലിറ്റി എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. എ വർക്കിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രൊജക്റ്റ് സ്കോപ്പ്. പ്രൊജക്റ്റിൻ്റെ സ്കോപ്പ്, അതായത് എത്രത്തോളം അവരുദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് പ്രിലിമിനറി കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ഡെവലപ്പർ. അതേപോലെ തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ് എത്രത്തോളം കസ്റ്റമർക്കും ഡെവലപ്പർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കൊളാബറേറ്റ് ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണത്, അല്ലേ? അവരെ അഡ്ജസ്റ്റ് ചെയ്യില്ല കസ്റ്റമേഴ്സ്, അതിനൊന്നും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റേജിലേ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുന്ന കിട്ടും, ഇൻസെപ്ഷൻ എന്നുള്ള സ്റ്റെപ്പിൽ നിന്ന് കിട്ടും. അടുത്തത് എലിസിറ്റേഷൻ. Requirements elicitation or requirements gathering is the practice of researching and discovering the requirements of a system from users, customers and other stakeholders. Requirements elicitation is often difficult and error prone because of 3 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ റിക്വയർമെൻറ്റ്സ് എലിസിറ്റേഷൻ എന്നതിനെയാണ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് എന്നും കൂടെ പറയുക. അപ്പോൾ അതെന്ന് പറയുന്നത് റിസേർച്ചിങ് അല്ലെങ്കിൽ ഒരു ഡിസ്കവറിങ് പ്രാക്ടീസിനെയാണ്, അതിങ്ങനെ കണ്ടെത്തുന്നതിൻ്റെ ഒരു പ്രാക്ടീസിനെയാണ് എലിസിറ്റേഷൻ എന്ന് പറയുക. അതായത് എന്തൊക്കെയാണ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന്
യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ടെത്തുന്നതിനെയാണ് എലിസിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ എലിസിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എപ്പോഴും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിൽ 3 പോയിൻറ്റ്സ് പറയുന്നുണ്ട്: പ്രോബ്ലം ഓഫ് സ്കോപ്പ്, പ്രോബ്ലംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പ്രോബ്ലംസ് ഓഫ് വൊളാറ്റിലിറ്റി. നോക്കാം. പ്രോബ്ലം ഓഫ് സ്കോപ്പ്: ദ ബൗണ്ടറി of the system is ill-defined, or the customers or users specify unnecessary technical detail that may confuse overall system objectiveness. അതായത് ഇപ്പം നമ്മൾ അവരോട് പറയേണ്ട കാര്യം, ഇപ്പോൾ ഡെവലപ്പേഴ്സിന് നമ്മൾ A to Z അങ്ങനെ വേണം ഇങ്ങനെ വേണം ടെക്നിക്കലി ഇങ്ങനെ നടക്കണം എന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിൻ്റെ കൂടെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കും. നമ്മൾ അതിൻ്റെ കോർ പ്രോബ്ലംസും കാര്യങ്ങളുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ബൗണ്ടറി ഇല്ലാതെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ഇങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം എന്താക്കും, ആ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ റിക്വയർമെൻറ്റ്സ് എലിസിറ്റേഷനിലൂടെ ഇങ്ങനെ ഡിസ്കവർ ചെയ്തെടുക്കുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലമാണ് പ്രോബ്ലംസ് ഓഫ് സ്കോപ്പ് എന്നുള്ളത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ അവർക്ക് തന്നെ വരും. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് അതും കൂടെ കൺഫ്യൂസ്ഡ് ആവാനുള്ള ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. വേറൊന്ന് വരാനുള്ളത് പ്രോബ്ലംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ദ കസ്റ്റമേഴ്സ് ഓർ യൂസേഴ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഷുവർ ഓഫ് വാട്ട് ഈസ് നീഡഡ്, have a poor understanding of the capabilities and limitations of their computing environment, don't have a full understanding of the problem domain, have trouble communicating needs to the system engineer, omit information that is believed to be obvious, specify requirements that conflict with the needs of other customers or users, or specify requirements that are ambiguous or untestable. അപ്പോൾ മനസ്സിലാക്കലിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അതായത് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ യൂസർക്ക് തന്നെ കറക്റ്റായിട്ട് എന്താണ് വേണ്ടത് എന്നറിയാത്തൊരവസ്ഥ വരിക. അവർക്ക് തന്നെ എന്തെല്ലാം ക്യാപ്പബിലിറ്റീസാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാതാവുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എൻവിറോൺമെൻറ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാതാവുക. അതേപോലെ തന്നെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് കറക്റ്റ് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥ വരിക. അതേപോലെ സിസ്റ്റം എഞ്ചിനീയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അതിൽ നിർബന്ധമായിട്ടും ആ സോഫ്റ്റ്വെയറിൽ വേണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ആ ഇൻഫർമേഷൻ അതിൽ വരാതെ, അതായത് ഒമിറ്റ് ചെയ്ത് പോവുക, പറയാതെ പോവുക, അവർ വിട്ടു പോവുക. അങ്ങനത്തെ കുറേ കോൺഫ്ലിക്റ്റുകൾ. അതേപോലെ തന്നെ മറ്റുള്ള യൂസേഴ്സ് പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഇതിൽ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ അതും കൂടെ വരുമ്പോൾ ചിലപ്പോൾ അത് കോൺഫ്ലിക്റ്റിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഡൗട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺടെസ്റ്റബിൾ ആയിട്ടുള്ള കുറേ റിക്വയർമെൻറ്റ്സ് ഇതിൽ പറയുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു മനസ്സിലാക്കൽ എന്താണ് അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് തന്നെ ക്ലിയർ ഇല്ല. അതായത് ഇവർക്ക് കസ്റ്റമേഴ്സിനെ ക്ലിയർ ഇല്ല. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും കിട്ടുമോ, ഡെവലപ്പേഴ്സിന് കിട്ടൂല. അപ്പോൾ അതാണ് പ്രോബ്ലംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ പ്രോബ്ലംസ് ഓഫ് വൊളാറ്റിലിറ്റി. ദ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ഓവർ ടൈം. ഓരോ പ്രാവശ്യം റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെയാണ് പ്രോബ്ലംസ് ഓഫ് വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലാബറേഷൻ ആണ്. ഇലാബറേഷൻ വന്നിട്ട് ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കസ്റ്റമർ ഡ്യൂറിങ് ഇൻസെപ്ഷൻ ആൻഡ് എലിസിറ്റേഷൻ ഈസ് എക്സ്പാൻഡഡ് ആൻഡ് റിഫൈൻഡ് ഡ്യൂറിങ് ഇലാബറേഷൻ. അപ്പോൾ ഇൻസെപ്ഷൻ സ്റ്റെപ്പിലൂടെയും എലിസിറ്റേഷൻ സ്റ്റെപ്പിലൂടെയും നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ എക്സ്പാൻഡ് ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് എലാബറേഷൻ എന്ന് പറയുക. ദിസ് ടാസ്ക് ഫോക്കസസ് ഓൺ ഡിഫൈനിങ് എ റിഫൈൻഡ് റിക്വയർമെൻറ്റ്സ് മോഡൽ ദാറ്റ് ഐഡൻറ്റിഫൈസ് വാരിയസ് ആസ്പെക്ട്സ് ഓഫ് സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ, ബിഹേവിയർ ആൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ നമുക്കിപ്പോൾ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ റിഫൈൻ ചെയ്ത് ആവശ്യമുള്ളതിനെ മാത്രം എടുത്ത് സോഫ്റ്റ്വെയറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ബിഹേവിയർ എന്താണ്, ഇൻഫർമേഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. ഇലാബറേഷൻ ഈസ് ഡ്രൈവൺ ബൈ ദി ക്രിയേഷൻ ആൻഡ് റിഫൈൻമെൻറ്റ് ഓഫ് യൂസർ സിനാരിയോസ് ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ ദ എൻഡ് യൂസർ ആൻഡ് അതർ ആക്ടേഴ്സ് വിൽ ഇൻറ്ററാക്ട് വിത്ത് ദ സിസ്റ്റം. അപ്പോൾ ഇലാബറേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഏതെന്നാണ്, യൂസർ സിനാരിയോസ് എന്നാണ്. അതായത് ഇത് ഈ സോഫ്റ്റ്വെയർ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ, അതായത് എൻഡ് ആക്ടേഴ്സ് എന്ന് പറയും. നമുക്ക് വരുന്നുണ്ട് യൂസ് കേസ് ഡയഗ്രാം പറയുമ്പോൾ. എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർ സിസ്റ്റവുമായിട്ട് എങ്ങനെയാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എലാബറേഷൻ ഡിറൈവ് ചെയ്ത് വരുന്നത്. ഈച്ച് യൂസർ സിനാരിയോ മീൻസ്, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിന് ഇതൊന്നും ചെയ്തില്ലല്ലോ മീൻസ്, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്
എങ്ങനെയാണ് ഇതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവർ ബെനിഫിറ്റ് ആക്കാൻ നോക്കുന്നത്, അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ യൂസിങ് വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ റിക്വയർമെൻറ്റ്സിനെ റിഫൈൻ ചെയ്തിട്ട് എലാബറേറ്റ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈച്ച് യൂസർ സിനാരിയോ ഈസ് പാസ്ഡ് ടു എക്സ്ട്രാക്ട് അനാലിസിസ് ക്ലാസ്സസ് ബിസിനസ് ഡൊമൈൻ എൻറ്റിറ്റീസ് ദറ്റ് ആർ വിസിബിൾ ടു ദ എൻഡ് യൂസർ. അപ്പോൾ ഓരോ യൂസർ സിനാരിയോസും കറക്റ്റ് അനാലിസിസ് ക്ലാസ്സസിലേക്ക് കൊടുക്കും. അതായത് പാസ് ചെയ്യാണ്, പാർസിങ് എന്ന് പറയുകയാണ്, അതായത് അതിലേക്ക് മാറ്റുകയാണ്. പാർസിങ് അനലൈസ് ചെയ്യും, കറക്റ്റായിട്ട് അനലൈസ് ചെയ്യും ഓരോ യൂസർ സിനാരിയോസും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ബിസിനസ് ഡൊമൈൻ എൻറ്റിറ്റീസ് ദറ്റ് ആർ വിസിബിൾ ടു ദ എൻഡ് യൂസർ, ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഈച്ച് അനാലിസിസ് ക്ലാസ് ആർ ഡിഫൈൻഡ്. അപ്പോൾ ഓരോ അനാലിസിസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആട്രിബ്യൂട്ടിനെ കറക്റ്റായിട്ട് ഓരോ അനാലിസിസിൽ നിന്നും കിട്ടുന്ന ആട്രിബ്യൂട്ടുകളെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യും. ദ സർവീസസ് ദാറ്റ് ആർ റിക്വയർഡ് ബൈ ഈച്ച് ക്ലാസ് ആർ ഐഡൻറ്റിഫൈഡ്. എന്തൊക്കെ സർവീസുകളാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അത്രയും എക്സ്പാൻഷൻ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് എലാബറേഷൻ എന്ന് പറയുന്നത്. ദ റിലേഷൻഷിപ്സ് ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ക്ലാസ്സസ് ആർ ഐഡൻറ്റിഫൈഡ്. ഏതൊക്കെ തമ്മിലുകളാണ് റിലേഷൻഷിപ്പ് വരിക, കൊളാബറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് സപ്ലിമെൻ്ററി ഡയഗ്രാംസ് ഇതിലൂടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ നടക്കുന്നത്, ഇലാബറേഷൻ എന്നുള്ളതിൽ നടക്കുന്നത്. അടുത്തത് നെഗോസിയേഷൻ. ഡ്യൂറിങ് നെഗോസിയേഷൻ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റീകോൺസൈൽസ് ദ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ് ആൻഡ് വാട്ട് ക്യാൻ ബി അച്ചീവ്ഡ് ഗിവൺ ലിമിറ്റഡ് ബിസിനസ് റിസോഴ്സസ്. അപ്പോൾ ഇതിന്ന് രണ്ടും വേർതിരിച്ച് വെക്കുകയാണ്. കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്നും ഈ പറഞ്ഞ ബിസിനസ് റിസോഴ്സ്, ലിമിറ്റഡ് ബിസിനസ് റിസോഴ്സ് എന്ന് എന്തൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നതും. കസ്റ്റമർ പറഞ്ഞതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. റിക്വയർമെൻറ്റ്സ് ആർ പ്രയോറിറ്റൈസ്ഡ് ബൈ ദ കസ്റ്റമേഴ്സ്, യൂസേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദെൻ ഡിസ്കസ് കോൺഫ്ലിക്ട്സ് ഇൻ പ്രയോറിറ്റി. അപ്പോൾ റിക്വയർമെൻറ്റ്സിന് പ്രയോറിറ്റീസ് കൊടുക്കും, ഹയർ, മീഡിയം, ലോവർ എന്ന്. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ ലോവറൊക്കെ ചിലപ്പോൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ അതിനാണ് അതൊക്കെ ചെയ്യുന്നത്, വേർതിരിച്ച് വെക്കുകയാണ്. റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് റിക്വയർമെൻറ്റ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് അനലൈസ്ഡ്. ഓരോ റിക്വയർമെൻറ്റിൻ്റെയും റിസ്ക് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും. റഫ് ഗസസ് ഓഫ് ഡെവലപ്മെൻറ്റ് എഫേർട്ട് ആർ മെയ്ഡ് ആൻഡ് യൂസ്ഡ് ടു ആക്സസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഈച്ച് റിക്വയർമെൻറ്റ് ഓൺ പ്രൊജക്റ്റ് കോസ്റ്റ് ആൻഡ് ഡെലിവറി ടൈം. അപ്പോൾ ഓരോ ഡെവലപ്മെൻറ്റിലും ഉണ്ടാവാനുള്ള റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് ഏകദേശം ഗസ് ചെയ്ത് വെക്കും. പിന്നെ ചിലപ്പോൾ ഓരോ റിക്വയർമെൻറ്റിലും ഒരുപാട് ഇമ്പാക്റ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ കോസ്റ്റ് ഹൈ ആവാം, ചിലപ്പോൾ ഡെലിവറി ടൈം കൂടി പോവാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഇവർ ആ റിസ്ക്കൊക്കെ ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, റെഡിയാവും. യൂസിങ് ആൻ ഐട്രേറ്റീവ് അപ്രോച്ച്, റിക്വയർമെൻറ്റ്സ് ആർ എലിമിനേറ്റഡ്, കമ്പൈൻഡ് ആൻഡ് ഓർ മോഡിഫൈഡ് സോ ദാറ്റ് ഈച്ച് പാർട്ടി അച്ചീവ് സം മെഷർ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഐട്രേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ റിക്വയർമെൻറ്റ്സിനെ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. അങ്ങനെയല്ലേ, അതായത് ഇപ്പോൾ ഒരു ഐട്രേഷൻ കഴിയുമ്പോൾ കുറച്ചൊന്നും ചെയ്യും, അപ്പോൾ കുറച്ച് റിക്വയർമെൻറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുത്ത ഐട്രേഷൻ വരുമ്പോൾ കുറച്ചും കൂടെ ചെയ്യും, അപ്പോൾ അത്രയും റിക്വയർമെൻറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല, ഇത്രയും ചെയ്തല്ലോ, ഇത്രയും ആയല്ലോ എന്നുള്ള. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഏതിലാണ്, നെഗോസിയേഷനിലാണ്. പക്ഷേ ഇതൊക്കെ വരുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയില്ല കേട്ടോ. ഇതൊക്കെ റിക്വയർമെൻറ്റ് സൈഡിലാണ് പറയുന്നത്. ഓരോ പ്രാവശ്യം റിക്വയർമെൻറ്റ്സിനെ എങ്ങനെ അതായത് മാറ്റി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അത് അത്രയായി, പിന്നെ അടുത്ത ഇറ്ററേഷൻ വരും, ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സിന് എടുക്കും, ഈ പ്രയോറിറ്റൈസ് ചെയ്തതിനനുസരിച്ച് അങ്ങനത്തെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഒരിക്കലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലേക്ക് കയറിയില്ലേ, നമ്മളിപ്പോഴും റിക്വയർമെൻറ്റ് അനാലിസിസ് ഫേസിലാണ് നിൽക്കുന്നത്. അടുത്തത് സ്പെസിഫിക്കേഷൻ. The specification step produces the final product of the requirements engineering process. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിലുള്ള ഫൈനൽ പ്രോഡക്റ്റ് തരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ആണ്. അത് സോഫ്റ്റ്വെയറിനെ ഡിസ്ക്രൈബ് ചെയ്യും, അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ലിമിറ്റേഷൻസും, റൂൾസ് എന്തൊക്കെയാണ്, കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യും. ഒരു സ്പെസിഫിക്കേഷൻ എഴുതുന്നത് റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ട് എഴുതാം. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ട് എഴുതാം. അതിലെന്തുണ്ടാവാം, എ സെറ്റ് ഓഫ് ഗ്രാഫിക്കൽ മോഡൽസ്, എ ഫോർമൽ മാത്തമാറ്റിക്കൽ മോഡൽ, എ കളക്ഷൻ ഓഫ് യൂസേജ് സിനാരിയോസ്, എ പ്രോട്ടോടൈപ്പ് ഓർ എനി കമ്പൈൻ ഓഫ് ദീസ്. അപ്പോൾ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഗ്രാഫിക്കൽ മോഡൽസ് ആവാം, അല്ലെങ്കിൽ ഫോർമൽ മാത്തമാറ്റിക്കൽ മോഡൽ ആവാം, അല്ലെങ്കിൽ യൂസേജ് സിനാരിയോസ്, എങ്ങനെ യൂസർ ഇതിനെ യൂസ് ചെയ്യും എന്നുള്ള സ്റ്റെപ്സ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഇതെല്ലാം ചേർന്നതാവാം. ഇതെല്ലാം ചേർന്നിട്ട് ഒരു യൂസർ സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതും എന്താണ്, സ്പെസിഫിക്കേഷനിൽ വരുന്നതാണ്. അടുത്ത നമ്മൾ ലാസ്റ്റുള്ള നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, വാലിഡേഷൻ നോക്കാം.
The work products produced as a consequence of requirements engineering are accessed for quality during a validation step. അപ്പോൾ നമ്മളിപ്പോൾ റിക്വയർമെൻറ്റ്സ് എൻജിനീയറിങ്ങിലൂടെ സ്പെസിഫിക്കേഷനിലൂടെ നമ്മൾ റിക്വയർമെൻറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിന് ഏകദേശം അതിനെക്കുറിച്ച്. അപ്പോൾ അതിനെ വാലിഡേറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് വാലിഡേഷൻ എന്ന് പറയുക. അപ്പോൾ റിക്വയർമെൻറ്റ്സ് വാലിഡേഷൻ എക്സാമിൻസ് ദ സ്പെസിഫിക്കേഷൻ ടു എൻഷുർ ദാറ്റ്. അപ്പോൾ താഴെയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് റിക്വയർമെൻറ്റ്സ് വാലിഡേഷനിലൂടെ എക്സാമിൻ ചെയ്യും. ഓൾ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ സ്റ്റേറ്റഡ് അൺആംബിഗ്വസ്ലി. എല്ലാ റിക്വയർമെൻറ്റ്സും ഒരു കൺഫ്യൂഷൻസും ഇല്ലാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇൻകൺസിസ്റ്റൻസീസ്, ഒമിഷൻസ് ആൻഡ് എറേഴ്സ് ഹാവ് ബീൻ ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റഡ്. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥിരത ഇല്ലാത്തതും അതേപോലെ ഒമിറ്റായിപ്പോയ വിട്ടുപോയതും അതേപോലെ എറേഴ്സിനെയൊക്കെ കണ്ടെത്തിയിട്ട് അതിനെ കറക്റ്റ് ചെയ്തണം എന്ന് ഉറപ്പ് വരുത്തുന്നത് ഈ സ്റ്റെപ്പിലാണ്. The work products conform to the standards established for the process, the project and the product. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത വർക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ എല്ലാ സ്റ്റാൻഡേർഡുകളും കീപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോസസ്സ് ആണെങ്കിലും പ്രൊജക്റ്റ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുന്നതൊക്കെ ഏത് സ്റ്റെപ്പിലാണ്? വാലിഡേഷനിലാണ്. The primary requirements validation mechanism is the technical review. അപ്പോൾ റിക്വയർമെൻറ്റ് വാലിഡേഷനിൽ വരുന്ന പ്രൈമറി ആയിട്ടുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ടെക്നിക്കൽ റിവ്യൂ ആണ്. ടെക്നിക്കൽ റിവ്യൂ, ദ റിവ്യൂ ടീം ദാറ്റ് വാലിഡേറ്റ്സ് റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡ്. അപ്പോൾ ഒരു റിവ്യൂ ടീം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ്സ് പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചല്ലോ, അപ്പോൾ അതിനെ വാലിഡേറ്റ് ചെയ്യാൻ ഒരു റിവ്യൂ ടീം ഉണ്ടാവും. അപ്പോൾ അവരെന്തൊക്കെയാണ് നോക്കുക? സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ നോക്കും, കസ്റ്റമേഴ്സ്, യൂസേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹു എക്സാമിൻ ദ സ്പെസിഫിക്കേഷൻ, ലുക്കിംഗ് ഫോർ എറേഴ്സ് ഇൻ കണ്ടൻറ് ഓർ ഇൻ്റർപ്രിട്ടേഷൻ. ഇതൊക്കെ അവർ ചെക്ക് ചെയ്യും. പിന്നെ ഏരിയാസ് വേർ ക്ലാരിഫിക്കേഷൻ മേ ബി റിക്വയർഡ്, എവിടേക്കാണ് ക്ലാരിഫിക്കേഷൻ ഒന്നും കൂടെ വേണ്ടത് എന്ന് റിവ്യൂ ടീം നോക്കും. മിസ്സിംഗ് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കും. ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ നോക്കും. കോൺഫ്ലിക്റ്റിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ നോക്കും. അൺറിയലിസ്റ്റിക് ഓർ അൺഅച്ചീവബിൾ റിക്വയർമെൻറ്റ്സ്, ഒരിക്കലും നമുക്ക് റിയലിസ്റ്റിക് ആക്കാൻ പറ്റാത്ത റിക്വയർമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരാണ്? റിവ്യൂ ടീമാണ്. അത് ഏത് മെഷർമെൻറ്റിൻ്റെ ടെക്നിക്കിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ടെക്നിക്കൽ റിവ്യൂ എന്നുള്ള മെക്കാനിസത്തിലാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് മാനേജ്മെൻറ്റ്. റിക്വയർമെൻറ്റ്സ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസ് ചേഞ്ച് ആൻഡ് ദ ഡിസയർ ടു ചേഞ്ച് റിക്വയർമെൻറ്റ്സ് പെർസിസ്റ്റ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ സിസ്റ്റം. Requirements management is a set of activities that help the project team identify, control and track requirements and changes to requirements at any time as the project proceeds. നമ്മൾ മുന്നേ പറഞ്ഞതിന് ഒരു ടേം കൊടുത്തു എന്നുള്ളൂ, റിക്വയർമെൻറ്റ്സ് മാനേജ്മെൻറ്റ്. അതായത് ഒരു സിസ്റ്റം എപ്പോഴും അതിന് റിക്വയർമെൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും, അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ലൈഫ് സൈക്കിൾ മുഴുവൻ അതിന് ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കും, റിക്വയർമെൻറ്റ്സ് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ റിക്വയർമെൻറ്റ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് പ്രൊജക്റ്റ് ടീം ചെയ്യുന്നത്. പ്രൊജക്റ്റ് ടീം എന്ത് ചെയ്യും? ഈ റിക്വയർമെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്യും, അതിനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ റിക്വയർമെൻറ്റ്സിൻ്റെ ചേഞ്ച് ഏത് സമയത്ത് വന്നാലും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് പ്രൊജക്റ്റിന് പ്രൊസീഡ് ചെയ്യും. ഈ ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്വയർമെൻറ്റ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും 7 സ്റ്റെപ്സാണ് ഇതിലുള്ളത്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് എൻജിനീയറിങ്ങിൻ്റെ 7 ഡിസ്റ്റിൻറ്റ് ടാസ്കുകളായിട്ട് പറയുന്നത്. ഇനി ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സബ് പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത സെക്ഷനിലെടുക്കാം. താങ്ക് യു.